Hello friends. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചോറിന്റെ കൂടെ നല്ല രുചികരമായ ഒരു വിഭവമാണ് നെല്ലിക്ക ചമ്മന്തി. ഒരു നെല്ലിക്ക ചമ്മന്തി കൂട്ടി ചോറ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നല്ലതായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ നെല്ലിക്ക ചമ്മന്തി എങ്ങനെ രുചികരമായിട്ട് തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ചെറിയ നെല്ലിക്ക എടുത്തത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ഇല കറിവേപ്പില, 3 കുഞ്ഞുള്ളി, അതുപോലെ 3 പച്ചമുളക്, 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമുറി തേങ്ങയുണ്ട്. ഇനി ഈ 3 പച്ചമുളക് എടുത്തതിന് പകരമായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് മുളക് പൊടി എടുക്കാം, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം, കാശ്മീരി മുളക് പൊടിയെ. അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. കാന്താരി ചേർക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ എല്ലാവരുടെയും കയ്യിൽ കാന്താരി എപ്പോഴും കാണത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് എടുത്തത്. പച്ചമുളകാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിലും നിങ്ങളുടെ എരിവ് അനുസരിച്ച് 2 അല്ലെങ്കിൽ കൂട്ടിയാണെങ്കിലും എടുക്കാം. ഇത് ഞാനിപ്പം 3 എടുത്തിട്ടുണ്ട്. ഇത് ചമ്മന്തിയാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ മീഡിയം ജാറോ ചെറിയ ജാറോ എടുക്കുക. ഇപ്പം ഞാൻ മിക്സിയുടെ മീഡിയം ജാറിലോട്ട് നെല്ലിക്ക കുരു കളഞ്ഞത് 3 അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വലിയ നെല്ലിക്കയല്ല, ചെറിയ നെല്ലിക്കയാണ്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷമേ നമ്മൾ തേങ്ങായും ബാക്കിയുള്ള സാധനങ്ങളും ഇടത്തുള്ളൂ. ഞാനത് അരച്ചെടുത്തിട്ട് കാണിക്കാമേ. അപ്പം ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും അരച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ആദ്യം ഇഞ്ചിയുടെ ചെറിയ കഷ്ണങ്ങൾ, പിന്നെ കുഞ്ഞുള്ളി, പച്ചമുളക്, അതിനുശേഷം കറിവേപ്പില, പിന്നെ നമുക്ക് തേങ്ങയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ചമ്മന്തിയായിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. ഈ തേങ്ങയിൽ നിന്ന് നെല്ലിക്കയിൽ നിന്നൊക്കെയുള്ള വെള്ളം മതി. ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടും. ഒരുപാട് അങ്ങ് അരയ്ക്കരുത്, ഇച്ചിരി തരിതരിപ്പായിട്ട് ചമ്മന്തിയുടെ പരുവത്തിൽ തന്നെ അരഞ്ഞു കിട്ടണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാമേ. അപ്പം ഞാനിവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. കണ്ടോ, ഒരുപാട് അങ്ങ് അരഞ്ഞും പോലെ എന്നാൽ അരയാതിരിക്കുകയും ചെയ്യില്ല. ആ ഒരു പരുവത്തിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇതിനിപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പച്ചമുളക് അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ചേർത്തത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ രുചിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന അളവുകളും അതുപോലെ തന്നെ ചേരുവകളും എല്ലാം കറക്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ എരിവിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഈ ഒരു നെല്ലിക്ക ചമ്മന്തി മാത്രം മതി 1 പ്ലേറ്റ് ചോറ് പെട്ടെന്ന് അകത്താക്കാൻ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ശരി, അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.